ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ ഒരു ഫുൾ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചിക്കൻ വേവിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇത് സവാള അരിഞ്ഞെടുത്തതുണ്ട്, ഇത് ഉപ്പൊക്കെ ഇട്ട് വേവിപ്പിച്ചെടുത്തതാണ്, വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിപ്പിച്ചെടുത്താണ്. നമുക്ക് ഈ ബ്രെഡിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. ഇത് ഫുള്ള് ബ്രെഡാണ് ഞാൻ നിറക്കുന്നത്. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല സുഖം, അങ്ങനെ നിറച്ചിട്ട് ടേബിളിൽ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ പീസാക്കി കഴിക്കാനും എടുക്കാം, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് ചീസുണ്ട്. ഇനി നമുക്കിത് നിറക്കാൻ നോക്കാം. ആദ്യം ഇതിലേക്ക് ഒരു ഗ്രേവി തയ്യാറെടുക്കാം, ഒരു മസാല. ചിക്കൻ നമുക്കൊന്ന് പീസാക്കി എടുക്കാം, ചെറിയ പീസാക്കി. അത് കത്തി എടുത്തിട്ട് ഒന്നിങ്ങനെ ചെറുത് പീസാക്കി എടുത്താൽ മതി. ചെറിയ പീസാക്കി എടുത്തിട്ട് ഇതിനെ കൊണ്ടൊരു നല്ലൊരു ഗ്രേവി തയ്യാറാക്കുക, ഒരു മസാല. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. സവാള, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. സവാള അങ്ങനെ പൊരിഞ്ഞ് വരുമൊന്നും വേണ്ട, ഒന്ന് കളറ് മാറി വന്നാൽ മതി. കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ടാം. മഞ്ഞളുടെ പൊടിയൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില, കുരുമുളകിൻ്റെ കുരുമുളക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ജാസ്തി. ഈ മഞ്ഞളിന് ചോവ ഉണ്ടാവും, ചെറുതായി തട്ടിയാൽ ആ മഞ്ഞളിൻ്റെ ചോവ ഒന്ന് ഉൾക്കൊള്ളും. മുളകിൻ്റെ പൊടി ഇട്ട് വെക്കാം. എരിവ് വേണ്ടിയവർക്ക് മാത്രം മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് കുരുമുളകിൻ്റെ പൊടിയിൽ മാത്രം വെട്ടി ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിലർക്ക് എരിവ് വേണ്ടി വരും, അതിന് വേണ്ടി മാത്രം കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, കത്തി കൊണ്ട് തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതൊക്കെ പാടൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വേവിപ്പിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്, പക്ഷേ എങ്കിലും ഈ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ടാകും. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉപ്പ് പഞ്ചസാര ഒക്കെ നമ്മൾ നോക്കിയിട്ടേ ഇടാവുള്ളൂ. നന്നായി ഇളക്കി ചേർത്തെടുക്കാം. 3 മുട്ട, ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കുക. ഇതടിച്ചെടുത്തിട്ട് ഇനി നമുക്കിത് ഈ ബ്രെഡിൻ്റെ മേലെ പരത്തി കൊടുക്കുക. ഈ അപ്പത്തിൻ്റെ മേലെ നന്നായി ഒന്ന് സ്പ്രെഡ് കൊടുക്കുക. ഈ അപ്പത്തിന് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഈ അപ്പത്തിന് ഇതേമാതിരി പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫുള്ള് ചിക്കൻ നിറച്ചെടുത്താൽ പിന്നെ 4 വശം റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം പരത്തി കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ വെക്കാം.
പാനിൽ കുറച്ച് ബട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ നല്ലോണം ചൂടായി അത് നമുക്കിത് വേണ്ടിയില്ല. ഇനി അതൊന്ന് ടോസ്റ്റ് ആക്കും. നല്ലോണം തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തിട്ട് മൊരിച്ചെടുക്കാം. ഇനി ചിക്കൻ ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. നമ്മൾ വേപ്പിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഫുള്ള് നിറച്ച് കൊടുക്കുക. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ ഇതൊന്ന് വിളമ്പി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ബ്രെഡൊക്കെ നിറച്ച് ഇനി അതിലേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തില്ലേ, നിർബന്ധമില്ല, എന്നാലും അവിടെ വെച്ച് കൊടുക്കാൻ മാത്രം. പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കൂലേ, അന്നേരം നമുക്ക് എടുക്കാം. പിന്നെ ചീസ് ഇതിന് മേലെ അങ്ങനെ വെച്ച് കൊടുക്കാം. ചീസ് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. പിന്നെ അങ്ങനെ പീസായിട്ട് മറ്റേ കട്ടയായിട്ടും കിട്ടും. ഇതിങ്ങനെ പീസാക്കിയിട്ട് കിട്ടും. കുറേശ്ശെ ചീസൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇതോടെ മൂടി കൊടുക്കുക. കുറച്ച് സമയം ആ ചീസൊന്ന് മെൽട്ടായിക്കോട്ടെ. അപ്പോൾ ഈ ചീസൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ സെർവ് ചെയ്യാം. ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതല്ലേ മുഴുവനും കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അവർ പീസാക്കിയിട്ട് എടുത്തോളൂ. ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഒരു പാത്രം കൊടുന്ന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇങ്ങനെ ഫുൾ ബ്രെഡ് നിറച്ചാൽ മതി, നല്ല ഉണ്ടാവും. ഇതിന് ഞാൻ ബ്രെഡ് നിറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വേറെ എല്ലാ അതിനാണ് കോഴിമുട്ടൊക്കെ നിറച്ചിട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.